അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചതൊക്കെ ശരിയാകണമെന്നില്ല, ഞാൻ പറയുന്നതെല്ലാം ശരിയാകണമെന്നില്ല. അത് നിങ്ങൾക്ക് പറയാം, എന്നോട് പറയാം. പക്ഷെ പരമാവധി ഈ പള്ളിയിൽ ഈ കസേരയുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ പറയുന്ന ഓരോ വാക്കുകൾക്കും വെളിയിൽ പറയുന്നതിനേക്കാൾ അല്ലാഹുവിന്റെ മുമ്പിൽ കണക്ക് പറയണമെന്ന ബോധ്യത്തിൽ തന്നെയാണ് പറയുന്നത്. പണ്ട് മുതലേ ഈ PSC പരീക്ഷയ്ക്കും GK ഒക്കെ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ചന്ദ്രനിൽ നിന്നാൽ കാണാൻ പറ്റുന്ന ഒരേ ഒരു മനുഷ്യനിർമ്മിത വസ്തു ചൈനയിലെ വൻമതിലാണ്. ഞാനൊക്കെ അത് ഒരുപാട് GK പരീക്ഷകൾക്ക് എഴുതി മാർക്ക് മേടിച്ചിട്ടുണ്ട്. പക്ഷെ ഇത് 1939 മരിച്ചുപോയ റിച്ചാർഡ് ഹാലിബർട്ടൺ എന്ന് പറയുന്ന ഒരാളുണ്ട്. അയാൾ 1938 എഴുതിയ ദ സെക്കൻഡ് ബുക്ക് ഓഫ് മാർവലസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഇതിലാണ് പുള്ളി ചൈനയിൽ ഒരു സാഹസിക യാത്രികനായി പോയി ഇത് കണ്ട് അത്ഭുതപ്പെട്ട് എഴുതിയതാണ്. പക്ഷെ മനുഷ്യർ ചന്ദ്രനിൽ പോകണമെന്ന് ആലോചിക്കുന്നത് തന്നെ 1960 ജോൺ എഫ് കെന്നഡി അമേരിക്കയിൽ പ്രസിഡന്റ് ആയതിനു ശേഷമാണ്. 1969 ആദ്യമായി ചന്ദ്രനിലേക്ക് മനുഷ്യൻ പോകുന്നത്. പക്ഷെ 39 അദ്ദേഹം യാത്ര ചെയ്യുന്ന സമയത്ത് അത്ഭുതം തോന്നിയ ഒരു വാക്ക് എഴുതി വെച്ചു. നമ്മുടെ നാട്ടിലെ PSCക്ക് പരീക്ഷ ഇട്ട ഏതോ സാറിന്റെ കയ്യിൽ ഈ പുസ്തകം കിട്ടി, പുസ്തകത്തിലുണ്ട് എന്ന് പറഞ്ഞ് ക്വസ്റ്റ്യൻ എഴുതി വെച്ചു. നമ്മളൊക്കെ പഠിച്ചു വെച്ചു. ഇതുപോലെ നമ്മൾ ശരിയാണ് എന്ന് വിചാരിക്കുന്നതൊക്കെ ശരിയാകണമെന്നില്ല. അതുകൊണ്ട് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും അങ്ങനത്തെ തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് പറയാം, എനിക്കത് തിരുത്തുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ രാഷ്ട്രീയം അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്ക് ഞാൻ എന്റെ തലച്ചോറ് തൽക്കാലം കൊണ്ടൊന്നും പണയം വെച്ചിട്ടില്ല. പള്ളിയിൽ നമ്മൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. പൊതുവെ ഇന്ന് വലിയ തരത്തിൽ മുസ്ലിം വിരുദ്ധതയും വിദ്വേഷവും ഒക്കെ രാഷ്ട്രീയ മൈലേജിന് വേണ്ടി പറയുകയും അതിനെ നിസ്സംഗമായി നമ്മളുടെ സർക്കാരും സംവിധാനങ്ങളും ഒക്കെ നോക്കി നിൽക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കേരളത്തിൽ പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെഹ്റു ഇന്ത്യ ഇന്ന് ഇന്ത്യയായി നിലനിൽക്കാൻ കാരണക്കാരനായ, പട്ടിണി രാജ്യമായിരുന്ന, കലാപ കലുഷിതമായിരുന്ന, ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ച് നശിപ്പിച്ചു കൊണ്ടുപോയ ഒരു രാജ്യത്തെ ഇങ്ങനെ നിലനിർത്തുന്നതിന് വേണ്ടി തന്റെ ജീവൻ മാറ്റിവെച്ച നെഹ്റുവിനെ കുറിച്ച് പച്ചയായ വർഗീയതകളും വിവരക്കേടുകളും കേരളത്തിൽ പ്രസംഗിച്ചിട്ട് ആഴ്ചകളായി. ഒരു പ്രശ്നവുമില്ലാതെ നടക്കുന്നു. എന്നിട്ട് നെഹ്റു മുസ്ലിമാണ് എന്നും പറഞ്ഞു വെച്ചു. ഇനി ഗാന്ധി കൂടെ ഉള്ളൂ, കുറച്ചുകൂടെ എളുപ്പം ഗാന്ധിയായിരുന്നു. കാരണം ഈ ഹജ്ജിന് പോകുന്ന സമയത്ത് ഇടുന്ന ഇഹ്റാമിന്റെ വസ്ത്രം, അതുപോലത്തെ വസ്ത്രമാണ് ഗാന്ധി ഇട്ടിരിക്കുന്നത്. ഇനി ഗാന്ധിയെ കൂടെ പറയാനുള്ളൂ, ഹജ്ജിന് പോകുന്ന ഹാജിമാർ ഇടുന്ന അതേ ഡ്രസ്സാണ് ഗാന്ധിയും ഇടുന്നത്, അതുകൊണ്ട് ഗാന്ധിയും കൂടെ മുസ്ലിം ആണെന്ന് പറഞ്ഞാൽ ഇവിടെ മുസ്ലിം സംഘടനകളിൽ നേതാക്കന്മാരെ കൊണ്ട് തട്ടി നടക്കാൻ വയ്യ. പല സംഘടനകളുടെയും പരിപാടികൾ നടന്നാൽ പന്തലിനേക്കാൾ കസേര സ്റ്റേജിൽ ഇടേണ്ട അവസ്ഥയാണ്. ഇത്തരത്തിൽ രാഷ്ട്രീയ മൈലേജിന് വേണ്ടി മതകാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് ചിലപ്പോൾ നമുക്കിത് പറയേണ്ടി വരുന്നത്. അല്ലാതെ പള്ളിയുടെ ഉള്ളിൽ ഒറ്റ രാഷ്ട്രീയം, അന്നൽ മസാജിദ് ലില്ലാഹ്, പള്ളി അള്ളാഹുവിന്റെ ഭവനമാണ്.